ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. എൻ്റെ പേര് സജിൽ ലത്തീഫ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുമല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിൽ ഫോട്ടോ നല്ല രീതിയിൽ എടുക്കാൻ അറിയാം എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ നിങ്ങൾ എടുക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുമാനം നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് സ്നാപ്വയർ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഇതുപോലെ ഫോട്ടോ സബ്മിറ്റിംഗ് വെബ്സൈറ്റുകളെക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു വെബ്സൈറ്റ് കൂടിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഫിക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഫിക്സ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ 50% നിങ്ങൾക്ക് ഒരു സെയിൽ നടന്നാൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു $20 ഒരു പിക്ചർ സെല്ല് ചെയ്യുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ നിങ്ങൾ ഒന്നും അറിയാതെ ഡയറക്റ്റ്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് $10 കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് പ്രോ ബാഡ്ജസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രോ ബാഡ്ജ് അവർക്ക് ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ കസ്റ്റമൈസ് വർക്ക് ആവശ്യമുള്ള ആളുകൾ നിങ്ങളെ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലൂടെ കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ ഉള്ള വർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ 100% ആ കസ്റ്റമർ പേ ചെയ്യുന്ന 100% എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. കമ്പനി ഒന്നും ചാർജ് ചെയ്യില്ല. ഈ സ്നാപ്വയർ എന്ന് പറയുന്ന കമ്പനി നിങ്ങളുടെ നിന്ന് ഒന്നും ചാർജ് ചെയ്യില്ല. ആ കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും കസ്റ്റമൈസ്ഡ് വർക്കിന്. അതല്ല, ഇപ്പോൾ ഒരു ബയർ സബ്സ്ക്രിപ്ഷൻ രീതിയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 50% നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ സൈനപ്പ് എല്ലാം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ സൈനപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഫോട്ടോഗ്രാഫി അറിയാവുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെബ്സൈറ്റ് ആണ്. ഇന്ത്യൻസിനെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണ്. ഒരുപാട് ഇന്ത്യൻ ഫോട്ടോഗ്രാഫേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. സോ നമുക്ക് ആ വെബ്സൈറ്റിലോട്ട് ഒന്ന് കിടക്കും. ലെറ്റ്സ് ഗോ ടു ദ വെബ്സൈറ്റ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫോട്ടോഗ്രാഫിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാനം നേടാം എന്നുള്ളതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് സ്നാപ്വയർ എന്ന വെബ്സൈറ്റാണ്. അതായത് snapwi.re എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അതിൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നാൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാക്കേജസ് ആയിട്ടാണ് ഇതിൽ ലഭിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് ആയിരിക്കണം നിങ്ങളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. നല്ല മാർജിൻ ലഭിക്കാനുള്ള സാധ്യത ഇതിലുണ്ട്. ഇപ്പോൾ ഒരു ക്രിയേറ്റർ, ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പോവുക. എന്നിട്ടൊരു സാധാരണ രീതിയിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതായത് സൈനപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സാമ്പിൾ ഇമേജസ് എല്ലാം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി പ്രോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അക്കൗണ്ടെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ അവർ എടുത്തിരിക്കുന്ന ഇമേജസും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല ക്വാളിറ്റി വൈസ് ഇമേജസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഐഫോണിലെല്ലാം എടുക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഇമേജസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. HD വളരെ ക്വാളിറ്റിയുള്ള നല്ല സൈസുള്ള HD ഇമേജസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഐഫോൺ യൂസ് ചെയ്താൽ. അതുമല്ലെങ്കിൽ നിങ്ങളിൽ ഇപ്പോൾ സാധാരണ നല്ലൊരു ക്വാളിറ്റി ഇമേജസ് എടുക്കാൻ പറ്റിയ ക്യാമറ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതെല്ലാം പ്രോ സെല്ലേഴ്സാണ്. ഇവർക്കൊക്കെ നല്ല വരുമാനം ഇതിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി ലഭിക്കുന്നുണ്ട്. അതായത് സാധാരണ രീതിയിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പ്ലോറർ എന്നുള്ള ബാഡ്ജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു $4.955 ഒക്കെ ആയിരിക്കും ഇനീഷ്യലി നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ ലെവലിംഗ് ഉണ്ട്. ഇപ്പോൾ ലെവൽ 1, ലെവൽ 2 എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് ലെവൽസ് ഉണ്ട്. ആ ലെവലെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $500 to $1,000 നിങ്ങൾക്ക് ഓരോ ഇമേജസിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്ത ഇമേജസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവരുടെ ബാഡ്ജസ്. എലീറ്റ്, പ്രോ, മാസ്റ്റർ പ്രോ എന്ന് പറയുന്ന ഇതെല്ലാം അവരുടെ ബാഡ്ജസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ലെവലിംഗ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെല്ലാമാണ് ലെവലിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് ഒരു ബയർ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണ്, അതായത് ഈ വെബ്സൈറ്റിലൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻവിറ്റേഷൻ ലഭിക്കും, അവരുടെ ഡയറക്റ്റ് വർക്കും ലഭിക്കും. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 10 പോയിൻറ്റ്സ് ലഭിക്കും. ഇതുപോലെ പോയിൻറ്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലെവലിംഗും കൂടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 200 പോയിൻറ്റ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ വിൽക്കുന്ന ഓരോ ഇമേജസും പ്രീമിയം ലെവലിലായിരിക്കും അതിൻ്റെ സെല്ലിംഗ് നടക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ $5 നിന്ന് അത് ഏകദേശം ഒരു $50-100 ഉയരാൻ സാധ്യതയുണ്ട്.
ഇതാണ് ഇതിൻ്റെ ലെവലിംഗ് സിസ്റ്റം. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ഒരു ബേസിക് ലെവലിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം നിങ്ങളിപ്പോൾ അപ്ലോഡിംഗ് എല്ലാം ഒരു പോർട്ട്ഫോളിയോ, നല്ല രീതിയിലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ലെവലിംഗ് സിസ്റ്റം വരുന്നത് ഷൂട്ടർ എന്ന് പറയുന്ന ഒരു ലെവലാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ബയർ റിക്വസ്റ്റ്, അതായത് നമ്മളിപ്പോൾ മറ്റു ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിലുള്ള പോലെ ബയർ റിക്വസ്റ്റ് സെക്ഷൻ ഇതിലുണ്ട്. ഇപ്പോൾ ആളുകൾ, ഇപ്പോൾ ബയേഴ്സ് അവരുടെ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് അതിൽ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ആ റിക്വസ്റ്റിനനുസരിച്ച് ഒരു ഇമേജ് എടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കതിൽ റിപ്ലൈ കൊടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡറും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ലെവൽ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ബാഡ്ജസിൻ്റെ എണ്ണവും കൂടും. ഇത് അഡ്വാൻസ്ഡ് മോഡാണ്. ഇതിൽ ഏകദേശം 1000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്വാൻസ് മോഡിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈ റിക്വസ്റ്റിൽ കിട്ടുന്ന എമൗണ്ടും പേയ്മെൻറ്റും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഒരു ലെവൽ വരുന്നത് എക്സ്പേർട്ടാണ്. ഇതിന് ഏകദേശം 5000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതെല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ലെവൽസാണ്. അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട, കുറച്ച് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിത് നോക്കിയാൽ മതി. കുറച്ച് ലെവൽസ് കൂടി ഉണ്ട് ഇതിൽ. എലീറ്റ്, അതായത് 15000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ദെൻ പ്രോ, നമ്മളിപ്പോൾ ഫ്രണ്ട് പേജിൽ കാണുന്നതെല്ലാം പ്രോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇമേജസ് എല്ലാം ആണ്. ഈ പ്രോ ആകണമെങ്കിൽ ഒരുപാട് റേറ്റിങ്ങും നിങ്ങൾക്ക് ലഭിക്കണം. അതുപോലെ തന്നെ വലിയ വലിയ ബ്രാൻഡുകളുടെ വർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ $500 to $1000 മേലെ നിങ്ങൾക്ക് ലഭിക്കാൻ, ഒരു ഇമേജിന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഫോട്ടോസ് ഇതിൽ സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ലെവൽ വരുന്നത് മാസ്റ്റർ. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ലെവലായിട്ട് ഇവർ പറയുന്നത്, മാസ്റ്റർ ലെവൽ. ഇതിൽ ഏത് ഇമേജസ് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും, ഇപ്പോൾ ഒരു ആൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ലഭിക്കുന്നത് പ്രീമിയം പ്രൈസ് ആയിരിക്കും. പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് ആയിരിക്കും ഓരോ ഇമേജസിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ ലെവലാണ് ഏറ്റവും ഹൈ ലെവലായിട്ട് ഇവർ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പേ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയർ റിക്വസ്റ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് ഒരു ഓർഡർ ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ടാണ് ഒരു ബയർ വന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ആ ബയറിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന 100% എമൗണ്ടും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റ് യാതൊരു പെർസെൻറ്റേജും കമ്മീഷനായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നതല്ല. ഇനി വെബ്സൈറ്റിൽ ത്രൂ നിങ്ങളിപ്പോൾ ബയർ റിക്വസ്റ്റ് ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, പർച്ചേസ് ചെയ്യുന്നതിൻ്റെ 50%, കറക്റ്റ് 50% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ പേ ഔട്ടാണ്. അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഓരോ ഫോട്ടോസിനും സെല്ല് ചെയ്യുന്നതനുസരിച്ച് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബയർ ഒരു മന്ത്ലി, ഇതുപോലുള്ള വെബ്സൈറ്റിലെല്ലാം ഏറ്റവും കൂടുതൽ ഫോട്ടോസ് സെല്ല് ചെയ്യുന്നത് മന്ത്ലി പ്ലാൻസിലൂടെയാണ്. അതായത് ഒരുപാട് വെബ്സൈറ്റും അല്ലെങ്കിൽ ബ്രാൻഡഡൊക്കെ ഉള്ള ആളുകളുണ്ടാവും, ബ്രാൻഡുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കെല്ലാം ഇപ്പോൾ 1-2 പിക്ചേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ആയിരക്കണക്കിന് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത പിക്ചേഴ്സ് ആവശ്യം വരും. എല്ലാ ദിവസവും ആവശ്യം വരും, മന്ത്ലി ആവശ്യം വരും. അപ്പോൾ അവർ മന്ത്ലി പ്ലാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൽ സെല്ലാവുന്നത്. നിങ്ങളുടെ ഓരോ ഫോട്ടോസിനും ഇപ്പോൾ ബയർ ഒരു സോഷ്യൽ പ്ലാനാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങളുടെ ഓരോ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് $6.45 ലഭിക്കും. ഇപ്പോൾ ഒരു ബയർ സോഷ്യൽ പ്രോ പ്ലാനാണ് ഓർഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ഓരോ ഡൗൺലോഡിനും $3.98 മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അതുപോലെ തന്നെ ഏജൻസി പ്ലാൻ 3.49. ഇപ്പോൾ ഇയർലി പ്ലാനാണ് ഒരു ബയർ പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ ഓരോ ഡൗൺലോഡിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് $4.95 സോഷ്യൽ പ്ലാൻ ആൻഡ് സോഷ്യൽ പ്രോ പ്ലാൻ, ഏജൻസി പ്ലാൻ. അപ്പോൾ ഈ പ്ലാൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഈ പേ ഔട്ട് സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ബിക്കം എ ക്രിയേറ്റർ. അതിനുശേഷം ഇവിടെ ഐ ഷൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ദെൻ സൈൻ മീ അപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെവൽസ് ഏകദേശം 1-2 രണ്ടാമത്തെ ലെവൽ എത്തിയാൽ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ഇവർ പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഈ വെബ്സൈറ്റ് തന്നെ, സ്നാപ്വെയർ തന്നെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ വളരെയധികം ഓർഡേഴ്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് അല്ലെങ്കിൽ നല്ല ഷോർട്സിലുള്ള ഇമേജസ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് 2 രീതിയിലാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. ഒന്ന് റിക്വസ്റ്റ്, അതായത് ബ്രാൻഡോ അല്ലെങ്കിൽ ബിസിനസ്സോ നിങ്ങൾക്ക് റിക്വസ്റ്റ് തരും, അവർക്ക് ഇന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫോട്ടോസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഈ ഒരു സ്നാപ്വെയർ എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ ഫോട്ടോസ് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ 2 രീതിയിലാണ് നിങ്ങൾക്കിതിൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യത. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സൈൻ മീ അപ്പ് കൊടുക്കുക.
ദെൻ സൈൻ അപ്പ് യൂസിങ് മൈ ഇമെയിൽ. പേര് കൊടുക്കുക, ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ്. ദെൻ ഐ ആം എ ക്രിയേറ്റർ. ഇവിടെ നിങ്ങൾ ഏത് രീതിയിലുള്ള ഇമേജസാണ് സാധാരണ എടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാറ്റഗറി ഇവിടെ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അഡ്വഞ്ചർ, ഇപ്പോൾ അഡ്വഞ്ചറസ് അല്ലെങ്കിൽ എക്സ്പ്ലോറിംഗ് പിക്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ആനിമൽ, ഔട്ട്ഡോർ, അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു ടാഗ് പോലെയാണ്, ഈ ടാഗ്സ് ഒരുപാട് ടാഗ് ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു സെക്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അത് ഇതിൻ്റെ എന്നല്ല, ഏതൊരു വെബ്സൈറ്റിൻ്റെയും ഓരോ സെക്ഷനും സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ തീർച്ചയായിട്ടും വായിച്ചു നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യുക. ദെൻ സൈനപ്പ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക ലിങ്ക്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് അക്കൗണ്ട് കൺഫർമേഷൻ. ഇതാണ് കൺഫർമേഷൻ മെയിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ലോഗിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു സ്ക്രീൻ വരും, കാരണം നമ്മുടെ ലൊക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് അലോ കൊടുക്കുക, ദെൻ ആക്സെപ്റ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വരിക, അക്കൗണ്ടിൽ വരിക, പോർട്ട്ഫോളിയോ എടുക്കുക. പോർട്ട്ഫോളിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇമേജസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ കൊടുത്ത ആ ടാഗ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെയാണ് നമ്മുടെ ഇമേജസ് പോർട്ട്ഫോളിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്, അപ്ലോഡ് ഷോട്ട്സ് എന്ന് പറയുന്ന. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, ഇമേജസ് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ ഡ്രോപ്പ് ബോക്സിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഓൾറെഡി നിങ്ങളുടെ ഇമേജസ് ഉണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഇമേജസ് ഇതിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡായി വരും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി മറ്റുള്ള ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളെല്ലാം ഞാൻ പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യണമനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനി മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.